بسم الله الرحمن الرحيم الحمد لله رب العالمين وبه تعالى نستعين اللهم صل على سيدنا محمد الحبيب الأعظم والرسول الأكرم صلاة تقرب بها إلى جناتك يا رب العالمين. الحمد لله. ഇന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ഖുർആനുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകമായ കാര്യങ്ങളെയാണ്, ചില പ്രത്യേകമായ ഫായിദകളെയാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുമ്മ വഫിഖ്നാ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ, ആമീൻ. ആദ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, വഹിയാണ്. മുർസലീങ്ങൾക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അംബിയ മുർസലീങ്ങൾക്കുള്ള മുഅ്ജിസത്തുകളിൽ മുത്ത് റസൂലിൻ്റെ മുഅ്ജിസത്താണ്. അത് ഹബലുല്ലാഹിൽ മതീൻ എന്നാണ്. അത് ഹുദയാണ്, റഹ്മത്താണ്, നൂറാണ്, ഫുർഖാനാണ്, മൗഇദത്താണ്, ദിക്റാണ്, ഹക്കീമാണ്. ഇങ്ങനെ എല്ലാ വിശേഷണങ്ങളും ഖുർആൻ തന്നെ, അള്ളാഹു തന്നെ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സൂറത്ത് യൂനുസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. മറ്റൊരായത്തിൽ വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. സൂറത്തു നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ എന്ന് മറ്റൊരു സ്ഥലത്തും ദാലിക നത്ലൂഹു അലൈക മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം. ഇങ്ങനെ ഒരുപാട് സിഫത്തുകൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് റബ്ബ് തന്നെ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ രണ്ടാമതായി പറയാനുള്ളത് ലാ തൻഖളി അജായിബുഹു, അതിൻ്റെ അത്ഭുതങ്ങൾക്ക് അറ്റമില്ല. വലാ യശ്ബഉ മിൻഹുൽ ഉലമാ, അതിൽ നിന്ന് എത്ര മനസ്സിലാക്കിയാലും ഇൽമ് തീരുകയില്ല, വറ്റാത്ത ഉറവയാണത്. അതുകൊണ്ടാണ് മൻ ഖറഅഹു അല്ലമഹുല്ലാഹു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ വമൻ ഖാല ബിഹി സദഖ വമൻ അമില ബിഹി ഉജ്റ വമൻ ഹകമ ബിഹി അദല വമൻ ഇസ്തമഅ ഇലൈഹി ഇൻതഫഅ വമൻ ദഅ ഇലൈഹി ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം വമൻ ഇത്തബഅഹു ഫലാ യളില്ലു വലാ യഷ്ഖാ എന്നൊക്കെ പറയപ്പെട്ടിട്ടുള്ളത്. സൂറത്തു ത്വാഹയിൽ 123-ാമത്തെ ആയത്ത് ഇതുമായി പ്രത്യേകം സംസാരിക്കേണ്ടതാ. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖാ. ഈ ഒരു സന്മാർഗ ദർശനമായ ഖുർആനിനെ പിൻപറ്റിയാൽ അവൻ വഴികേടിലാവില്ല, അവൻ ദുഃഖിതനാവേണ്ടി വരില്ല, പരാജിതനാവില്ല. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ലാ യളില്ലു ഫി ദുനിയ, ദുനിയാവിൽ അവൻ വഴിവെക്കില്ല, വലാ യഷ്ഖാ ഫിൽ ആഖിറ, ആഖിറത്തിൽ അവൻ പരാജയപ്പെടുകയുമില്ല. വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് വിജയം നൽകുമെന്ന് തീർച്ച. മൂന്നാമതായിട്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് പഠിപ്പിക്കുക, അത് പാരായണം, പഠിപ്പിക്കൽ, അത് ഹിഫ്ളാക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിൽ വേർപാടിലാവുക, വ്യാപൃതരാവുക. ഇങ്ങനെ അഹ്ലുൽ ഖുർആനുമായി അവരെക്കുറിച്ച് മുത്ത് റസൂൽ പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ബുഖാരി ഇമാം അവിടുത്തെ ഹദീസിൽ 5027-ാമത്തെ ഹദീസായിട്ട് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ മുത്ത് റസൂൽ പറയുന്നുണ്ട് ഇന്നല്ലാഹ അഹ്ലീന മിനന്നാസ് ഖാലു യാ റസൂലല്ലാഹ് മൻ ഹും ഖാല ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസതുഹു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അഹ്ലുകാരുണ്ടെന്ന് റസൂലുള്ളാഹ് പറയുകയും അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഹും അഹ്ലുൽ ഖുർആൻ, അത് ഖുർആൻ്റെ അഹ്ലുകാരാണ്, അഹ്ലുല്ലാഹി വഖാസതുഹു, അത് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകളാണെന്നും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന മജ്ലിസുകളുടെ പ്രത്യേകതയാണ്. അതിനെക്കുറിച്ച് മുത്തു റസൂലുള്ള പറഞ്ഞ ഹദീസ് മുസ്ലിം ഇമാം അവിടുത്തെ 2699-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാം മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹും മാഷാ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന, അത് പഠിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് വർഷിക്കും, അവരെ മലക്കുകൾ പൊതിയും, അവരെക്കുറിച്ച് അള്ളാഹു അവൻ്റെ അടുക്കലുള്ള ആളുകളോട്, മലായിക്കത്തിനോട് സംസാരിക്കുമെന്നാണ്. എത്ര വലിയ മഹത്വമാണ്! വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള 5-ാമത്തെ കാര്യം, ഖുർആൻ പാരായണം ചെയ്യുക എന്നത് വളരെ മഹത്വമുള്ളതാണ്. ഖുർആൻ പഠിക്കുക, എങ്ങനെ ഖുർആനുമായി ബന്ധപ്പെടുന്ന അഹ്ലുൽ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് അവരുടെ ദറജ അള്ളാഹു ഉയർത്തുമെന്നാണ്. ഒരു ഹദീസിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹിൽ ആഖരീൻ. വിശുദ്ധ ഖുർആനിനെ യഥാവിധി മനസ്സിലാക്കിയാൽ
യാഥാർത്ഥ്യത്തോടുകൂടെ സമീപിച്ചാൽ, സത്യസന്ധമായി അതിനെ സമീപിച്ചാൽ അള്ളാഹു അവരെ വലിയ പദവിയിലെത്തിക്കുമെന്ന് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന 817 ഹദീസിൽ നമുക്ക് ദർശിക്കാം. ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം അടിവരയിട്ട് പറയേണ്ടതുണ്ട്. വയലാഹി ആഖരീൻ, ശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങളെ, ആശയങ്ങളെ മനസ്സിലാക്കാതെ അതിനെ സമീപിച്ചാൽ, അതിനെ തെറ്റിദ്ധരിപ്പിച്ചാൽ, ദുർവ്യാഖ്യാനം നടത്തിയാൽ അവരെ അള്ളാഹു പിടിച്ചു താഴ്ത്തുകയും അവനെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഈ ഹദീസിൻ്റെ വിവക്ഷയെന്ന് നമുക്ക് കാണാം. ആറാമതായിട്ട്, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥതലങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വിശുദ്ധ ഖുർആനിനെ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് വിശ്വസിക്കുക, അത് അംഗീകരിക്കുക. ഇതാണ് ഒന്ന്. രണ്ടാമതായിട്ട് അതിനെ പാരായണം ചെയ്യുക, അതിനെ നിത്യമായിട്ട് സഹവസിപ്പിക്കുക, അതിനൊരു കൂട്ടുകാരനായിട്ട് അതിനെ സുഹബത്ത് ലഭിക്കുന്ന രൂപത്തിൽ ആക്കുക. മൂന്നാമതായിട്ട് പാരായണം ചെയ്യുന്നതോടുകൂടെ തന്നെ ആ ഖുർആനിൽ പറഞ്ഞ കൽപ്പനകൾ അതനുസരിച്ചു പ്രവർത്തിക്കുക, അമൽ ചെയ്യുക, അവൻ്റെ ജീവിതം ഖുർആനാക്കുക എന്നതാണ് 3. നാലാമത് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ഇജ്തിഹാദ്, തഖ്ലീദ്, മുജ്തഹിദുകളുടെ രൂപങ്ങളിൽ അതിൽ നിന്നും അഹ്കാമുകൾ കണ്ടെത്തി ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക എന്ന ഇജ്തിഹാദിൻ്റെ മർത്തബ. അഞ്ചാമതായിട്ട് സദാസമയവും വിശുദ്ധ ഖുർആനിൽ ചിന്തിച്ചുകൊണ്ട് അതിലിങ്ങനെ ആയത്തുകളിലും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലും എല്ലാം അടിമ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ സമയം മുഴുവൻ റബ്ബിൻ്റെ ദിക്ർ, ഫിക്റിൽ, തദബ്ബുർ, തഫഹുമിലായിട്ട് അങ്ങനെ തഫ്സീർ മനസ്സിലാക്കുന്നിടത്തുമായിട്ട് മാത്രം ജീവിതം ചിലവഴിക്കുക. മറ്റൊന്നാണ്, വിശുദ്ധ ഖുർആൻ കൊണ്ട് രോഗങ്ങൾ സുഖപ്പെടുത്തുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ മരുന്നായി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സർവ്വ വിഷയത്തിനും മരുന്നാണ് എന്ന നിലയിൽ ഖുർആനുമായി ഇടപെടും. ഇങ്ങനെ പല രൂപത്തിലും വിശുദ്ധ ഖുർആനിനെ നമുക്ക് കാണാൻ സാധിക്കും. ഏഴാമതായിട്ട്, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരിക്കലും മുറിയാൻ പാടില്ല. എങ്ങനെയാണ് അത് മുറിയാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, അതിൽ നിന്നും കൃത്യമായ ഒരു ഭാഗം എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം നിത്യമാക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ആയത്തുകൾ, അർത്ഥങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ പഠന വിധേയമാക്കണം. അറിയാത്ത കാര്യങ്ങൾ ഖുർആൻ പഠന ക്ലാസുകൾ നാം ശ്രവിക്കണം, അത് മനസ്സിലാക്കണം, അതനുസരിച്ച് അമൽ ചെയ്യണം. ഇങ്ങനെ ഖുർആൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ മുദ്രയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയൊക്കെ ഖുർആനിൻ്റെ അഹ്ലുകാരാവുക എന്നുള്ളത് അള്ളാഹു പ്രത്യേകം തൗഫീഖ് നൽകിയ ആളുകൾക്ക് മാത്രം പ്രത്യേകമായ സംഗതിയാണ്. അള്ളാഹു നമ്മയൊക്കെ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. എട്ടാമതായിട്ട് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അത് തിജാറത്തുൻ റാബിഹത്തുൻ അല്ലതി ലാ തകാസദ വലാ തഫ്സുദ്. ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ സവാബുള്ള, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു ഇബാദത്താണ്. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ഫാത്തിറിൻ്റെ 29-30 ആയത്തുകൾ പറയുന്നുണ്ട്. യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി. എല്ലാ നിലയിലും അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. 9ാമത് പറയാനുള്ള കാര്യം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന് അതിൻ്റെ ഫള്, അതിൻ്റെ അജ്ർ, വണ്ണമായ ഹസനാത്തുകളാണ് ലഭിക്കുക. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. ഒരു ഹർഫിന് തന്നെ 10 പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ഗ്രന്ഥത്തിൽ 2910 നമ്പർ ഹദീസായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര വലിയ മഹത്വമുള്ള ആയത്തുകൾ ഖുർആനിന് തുല്യമായ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഫളിലുള്ള കാര്യമാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള 10ാമത്തെ കാര്യം, ഖുർആൻ പാരായണം ചെയ്യുന്ന ഖാരിഉൽ ഖുർആനിന് വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിൽ ഷഫീആയി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഖ്റഉ الزهراوين البقرة وسورة آل عمران فإنهما تأتيان يوم القيامة كأنهما غمامتان أو كأنهما غيايتان أو كأنهما فرقان من طير صواف തഹുജ്ജാനി അൻ അസ്ഹാബിഹിമ. വിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുകൾ ആലു ഇമ്രാനും
സൂറത്തുൽ ബഖറയും പാരായണം ചെയ്യുന്നവരെ അവരുടെ വിഷയത്തിൽ തർക്കിക്കുമെന്ന്, അവരുടെ വിഷയത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി റബ്ബിനോട് സംവദിക്കുമെന്ന് പറയുന്ന 2 സൂറത്തുകളുടെ വിഷയത്തിലാണ് ഈ ഹദീസ് ഉള്ളതെങ്കിൽ ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, ഖുർആൻ പാരായണം ചെയ്യുന്നവന് ഖുർആൻ തന്നെ ഷഫീആയി വരുമെന്ന് വിശുദ്ധമായ ഹദീസിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ യഖൂലു الصائم ربي منعته الطعام والشهوات بالنهار فشفعني فيه ويقول القرآن منعته النوم بالليل فشفعني فيه وقال فيشفعان. അങ്ങനെ ഖുർആനും നോമ്പും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരാധനകളിൽ വളരെ മഹത്വമുള്ള 2 കർമ്മങ്ങൾ. ഇങ്ങനെ നോമ്പും ഖുർആനും ഖിറാഅത്ത് പാരായണം ചെയ്ത ആളിനും ഖുർആനുമായി ബന്ധപ്പെട്ട ആളിനും നോമ്പ് നോറ്റിട്ട് ഭക്ഷണത്തെ വെടിഞ്ഞ ആളെയും ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ 2 അമലുകളുമെന്ന് സംസാരിക്കുന്ന കാര്യമാണ് ഹദീസിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് പറഞ്ഞത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടുത്തെ മുവത്തയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനുമായി സംസാരിക്കുമ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അന്നഖാരി അൽ ഖുർആനി അൽ മാഹിറു ഫിഹി മലായികത്തിൽ കിറാമിൽ ബററ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ അതിൽ വളരെ അധികം നൈപുണ്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ പാരായണ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് കൃത്യമായി വളരെ സുന്ദരമായി നല്ല സുന്ദരമായ ഈണത്തിലും രാഗത്തിലും ഖുർആൻ പാരായണം ചെയ്യുന്നവൻ അവന് സഫറത്തിൽ കിറാമിൽ ബററ എന്നാണ് പറഞ്ഞത്. അതായത് അതുകൊണ്ടുള്ള ഉദ്ദേശം മലായിക്കത്തിൻ്റെ കൂടെയാണ് എന്നാണെന്ന് മുഹദ്ദിസീങ്ങളിൽ ഈ ഹദീസിൻ്റെ ഷറഹിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള 12ാമത്തെ കാര്യം, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖുർആൻ പഠിതാവ്, ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിദുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം, യുഖാലു ലിസ്വാഹിബിൽ ഖുർആനി ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റഉഹാ. സ്വർഗത്തിലേക്ക് എത്തിയ ഹാഫിദിനോട് അള്ളാഹു പറയുന്നു, നീ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുക. ഓരോ ആയത്തും പാരായണം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നീ പടിപടിയായി കയറുക. അങ്ങനെ ഏറ്റവും അവസാനം നീ എത്ര ആയത്താണോ പാരായണം ചെയ്യുന്നത് അവിടെയാണ് നിൻ്റെ പദവിയും നിൻ്റെ സ്ഥാനവും ഉള്ളത്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പുകൾ പടിപടിയായി കയറി ഉയർച്ചയിലേക്ക് പോകാം എന്നാണ് ഈ ഹദീസ് കൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാഫിദുൽ ഖുർആനെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം ഖുർആനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, തിലാവത്തുൽ ഖുർആനി വ തഅല്ലുമു ഖൈറു മിൻ കുനൂസിദ് ദുനിയ. വിശുദ്ധ ഖുർആന പഠനം, അതുമായി ബന്ധപ്പെട്ട് പാരായണം, ഇങ്ങനെ അവൻ്റെ ജീവിതം ചിലവഴിക്കുക എന്നുള്ളത് ദുന്യാവിൽ അവൻ സമ്പാദിക്കുന്ന വലിയ നിധികളാണ്. അതുകൊണ്ട് അതിന് വളരെയധികം മഹത്വമുണ്ട്. നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. 14ാമതായിട്ട് വിശുദ്ധ ഖുർആൻ അൽ മുഅ്മിനുൽ ഖാരിഉൽ ഖുർആനുൽ ആമിലു ബിഹി ഹസനുൽ ലാഹിർ വൽ ബാത്തിൻ എന്നാണ് പറഞ്ഞത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനിനെ സംബന്ധിച്ച് അവനെക്കുറിച്ച് ഉദാഹരണം പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം. മസലുല്ലദീ യഖ്റഉൽ ഖുർആന കൽ ഉത്റുജ്ജ തഅമുഹാ തയ്യിബുൻ വരീഹുഹാ തയ്യിബുൻ. നല്ല മണമുള്ള നല്ല രുചിയുള്ള ഓറഞ്ച് പോലെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യൻ. അതായത് മുഅ്മിനിൻ്റെ ഉള്ളും പുറവും ശുദ്ധമാവാൻ വിശുദ്ധ ഖുർആൻ കാരണമാണ്. സൈനുദ്ദീൻ മഖ്ദൂം അവിടുത്തെ അദ്കിയയിൽ പറഞ്ഞത് കാണാം, കൽബ് ശുദ്ധമാവാനുള്ള 5 കാരണങ്ങളിൽ ഒന്നാണ് തിലാവത്തുൽ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ പാരായണം നാം പ്രത്യേകം മുഖവിലേക്ക് എടുക്കേണ്ട ഒരു വലിയ ഇബാദത്താണ്. അതിന് ഓരോ ദിവസവും ഇത്ര അല്ലെങ്കിൽ ഇന്നാലിന്ന ഭാഗം ഞാൻ ഓതി തീർക്കുമെന്ന ഒരു ദൃഢനിശ്ചയം നമുക്ക് മുന്നിലുണ്ടെങ്കിൽ നമുക്ക് അതുപ്രകാരം ഒരു വിറുദ് പോലെ ഖുർആൻ പാരായണം ചെയ്യാനും കൃത്യമായ ഇടവേളകളിൽ ഖുർആൻ പൂർണ്ണമായി ഓതി പൂർത്തിയാക്കാനും സാധിക്കും. ഖുർആനുമായി ബന്ധപ്പെട്ട് അല്പം കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ഖുർആനിൻ്റെ ഖാദിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.